എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകളെക്കുറിച്ച് പഠിക്കാം. എന്താണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകൾ? നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഞാനൊരു ക്ലാസ്സിൽ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൂജ്യത്തേക്കാൾ കുറവായ സംഖ്യകളെ നെഗറ്റീവ് സംഖ്യകളെന്ന് പറയുന്നു എന്നാണ് ഉത്തരം പറഞ്ഞത്. ശരിയാണോ? നിങ്ങളതിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ധാരണ ശരിയാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ നമുക്ക് ശരിയാണെന്നത് പരീക്ഷണം വഴി തെളിയിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നീല പ്ലേറ്റിൽ ഞാനിപ്പോൾ എന്താ വെച്ചിരിക്കുന്നത് കാണാമല്ലോ. 4 തക്കാളിയാണല്ലേ? 4 തക്കാളി. ഇത് റിയലായിട്ട് 4 തക്കാളി ഉള്ളതാണ് അല്ലേ? സാധാരണ നമുക്ക് എണ്ണി നോക്കിയാൽ 1, 2, 3, 4 എന്ന് എണ്ണി നോക്കിയാൽ നിങ്ങൾക്കറിയാം 4 തക്കാളി എന്ന്. യാതൊരു സംശയമുണ്ടോ? ഒരു സംശയമില്ല അല്ലേ? ഇല്ലല്ലോ. ഇനി ഞാൻ വിചാരിക്കുകയാണ്, ഇതിലൊരു തക്കാളി എനിക്ക് തിന്നണം, ബാക്കി നിങ്ങൾക്ക് എടുക്കാം, കഴിക്കാം, അതിൻ്റെ രുചി എന്താണെന്നറിയാം. അങ്ങനൊരു കണ്ടീഷനിലാണ്. ഒരെണ്ണം എനിക്ക് വേണം എന്ന കണ്ടീഷനിലാണെങ്കിൽ എങ്ങനെയാണ് ഇത് കഴിക്കുക? എനിക്കുള്ള ഒരെണ്ണം മാറ്റി വയ്ക്കും അല്ലേ? അത് ആ മഞ്ഞ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചു. ബാക്കിയുള്ള നിങ്ങൾ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാൻ കിട്ടും? 3 എണ്ണം. ഉറപ്പല്ലേ? ഇനി ഞാൻ പറയും 3 തക്കാളി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എനിക്ക് ഒരെണ്ണം തന്നിട്ട് നിങ്ങൾ കഴിക്കാം. അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യുക? എനിക്കുള്ള ഒരെണ്ണം തരണം ഇതിന് നീക്കി വയ്ക്കും അല്ലേ? ബാക്കി 2 എണ്ണം അവിടെ നിങ്ങൾ കഴിക്കും. അങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും കഴിക്കാൻ? 2 എണ്ണം അല്ലേ? അത് 2 എണ്ണം കഴിക്കാം തീർച്ചയായിട്ടും അല്ലേ? അല്ലേ, 2 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കുക. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ തക്കാളി കഴിക്കുന്ന മോഹം. കണ്ടീഷൻ എന്താ? ഒരെണ്ണം എനിക്കുള്ള ബാക്കി വെച്ച് നിങ്ങൾ കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ബാക്കി വയ്ക്കും, മാറ്റി വയ്ക്കും, ബാക്കിയുള്ളത് നിങ്ങൾ കഴിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാൻ കിട്ടും? ഒരെണ്ണം അല്ലേ? അത് സത്യമല്ലേ? അപ്പോൾ ഓരോന്ന് എനിക്കുള്ള മാറ്റി വെച്ച് ഒരെണ്ണം കുറയും, അത് നിങ്ങൾ കഴിക്കാം അല്ലേ? ആദ്യം 4 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം മാറ്റി വെച്ച് 3 എണ്ണം കഴിക്കാം. 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എണ്ണം കഴിക്കാം. ഇനി 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം മാറ്റി വെച്ച് ഒരെണ്ണം കഴിക്കാം. ഈ കേസിൽ നിങ്ങൾക്ക് ഒരെണ്ണം കഴിക്കാം അല്ലേ? അത് കടിച്ച് അതിന് ജ്യൂസിൻ്റെ ആ പുളിരസം ഒക്കെ അറിയാം, അതിന് മാംസള ഭാഗം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇത് കടിക്കുകയാണെങ്കിൽ അല്ലേ? ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ആകെ ഒരെണ്ണം ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടീഷൻസ് എനിക്കുള്ളത് ഒരെണ്ണം നീക്കി വയ്ക്കണം, ബാക്കി നിങ്ങൾക്ക് കഴിക്കാമല്ലേ? അപ്പോൾ എനിക്കുള്ള നീക്കി നിങ്ങൾ ഇതെങ്ങനെ കഴിച്ചോളം പറയുന്നത് എന്താ ചെയ്യുക? ഈ നീക്കി വയ്ക്കും, ബാക്കിയുള്ള കഴിക്കും. നിങ്ങൾ എത്ര എണ്ണം കഴിക്കും? നിങ്ങൾക്ക് അതിനകത്ത് കഴിക്കുന്ന തക്കാളി രുചി അറിയാൻ കഴിയുമോ? അതിൻ്റെ പുളിരസം അറിയാൻ കഴിയുമോ? ആ മാംസള ഭാഗത്തിൻ്റെ രുചി അറിയാൻ കഴിയൂ? ഇല്ല അല്ലേ? അപ്പോൾ 0 തക്കാളി നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുക, അത് കഴിക്കാൻ കിട്ടില്ല എന്നർത്ഥം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടില്ലെന്ന് പറഞ്ഞു. 0 തക്കാളിയാണ് നിങ്ങൾ കഴിക്കാൻ കിട്ടില്ലെന്ന്. അതായത് ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ മാറ്റി കഴിഞ്ഞാൽ 0 ആവുക. ആ 0 തക്കാളി കഴിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? ഇനി നിങ്ങളോട് ഞാൻ പറയണം, ഇനി നിങ്ങൾ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഒരു തക്കാളി നിങ്ങൾ കഴിക്കുന്ന വെച്ചാൽ ഇതിനൊരു തക്കാളി എടുത്ത് മാറ്റിയാൽ മതി അല്ലേ? നിങ്ങൾക്ക് 0 തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഒരു തക്കാളിയായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളി കഴിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇപ്പോൾ ഉള്ള തക്കാളിയിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം മാറ്റുക അല്ലേ? 0 തക്കാളിയിൽ നിന്ന് ഒരെണ്ണം മാറ്റുക, ബാക്കിയിൽ കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഇനി നെഗറ്റീവ് ഒരു തക്കാളി കഴിച്ചോ എന്ന് പറയാൻ നിങ്ങൾ എന്താ ചെയ്യുക? ഒരെണ്ണം മാറ്റണം. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നെഗറ്റീവ് ഒരു തക്കാളി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന ചോദ്യൻ്റെ. ഉള്ളതാണോ? അത് ഇല്ലാത്തതാണോ? നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല, അതിന് രുചി അറിയാൻ പറ്റില്ല, അപ്പം ഇല്ലാത്തതാണ്. ആ 0 തക്കാളി ഇല്ലാത്തതാണ്. ആ 0 തക്കാളിയും ഇല്ലാത്തതാണ്. നെഗറ്റീവ് തക്കാളി ഇല്ലാത്തതാണ്. ഇത് ഈ കാര്യം ശരിയാണോ? കൺഫ്യൂഷനായില്ലേ? നെഗറ്റീവ് തക്കാളി ഉണ്ട് എന്നാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അത് ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ പിന്നെ 0 നെഗറ്റീവ് ഒന്നൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഒക്കെ ഇല്ലാത്തതാണെങ്കിൽ അല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ. പക്ഷേ നെഗറ്റീവ് ഉണ്ട് താനും. നമ്മൾ പഠിച്ചു നെഗറ്റീവ് അപ്ലൈ ചെയ്തിട്ടാണ് ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഉള്ളതാണ് താനും. നെഗറ്റീവ് ഉള്ളതാണെന്ന് ധരിക്കുകയാണെങ്കിൽ 0 ഉള്ളതാണ് അല്ലേ? നെഗറ്റീവിൽ കൂടുതലാണ്, അതും ശരിയാവുന്നില്ല അല്ലേ? 0 ഇല്ലാത്തതാണ് നമുക്കറിയാം, ശാശ്വതമായ ഒരു സത്യമാണ് 0 ഇല്ലാത്തതാണ്. അപ്പോൾ നെഗറ്റീവ് ഒന്നും ഉള്ളതാണ് സങ്കല്പിക്കുകയാണെങ്കിൽ ഉറപ്പാക്കുകയാണെങ്കിൽ 0 ഉള്ളതാണ്. 0 ഉള്ളതാണെങ്കിൽ
നമുക്കിത് തക്കാളി കഴിച്ച പോലെ കഴിക്കാനും പറ്റണം, അത് പറ്റൂല. അപ്പോൾ ശരി, അത് എന്ത് കൺഫ്യൂഷൻ. അപ്പോൾ എന്താണ് ശരിക്കും ആ നെഗറ്റീവ് എന്ന ആശയത്തിൻ്റെ അർത്ഥം? എന്താണ് പൂജ്യം എന്ന ആശയത്തിൻ്റെ അർത്ഥം? എല്ലാ സന്ദർഭത്തിലും പൂജ്യത്തിന് ഇല്ല എന്നാണ് അർത്ഥം. നെഗറ്റീവിന് പൂജ്യത്തേക്കാൾ കുറവാണ് എന്നാണ് അർത്ഥം. അതൊന്ന് നമുക്ക് പരിശോധിക്കാം. അത് ശരിക്കും കൃത്യമായിട്ട് ഒരു ധാരണ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ ഉണ്ടാക്കലാണ് ഈ ക്ലാസ്സിലെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്കതിലേക്ക് നീങ്ങാം. പരീക്ഷണം വഴി നമുക്കത് തിരിച്ചറിയാൻ നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകൾ? ശരിയായ ഒരു ആശയം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ നിയമങ്ങളും ഉണ്ടാക്കാൻ കഴിയും. വളരെ കൃത്യമായി നിങ്ങൾക്കത് അനുഭവിച്ച് നെഗറ്റീവും പോസിറ്റീവ് എന്താണെന്ന് അറിയുകയും അതിൻ്റെ ക്രിയകളും നിങ്ങൾക്ക് അതുപോലെ തന്നെ കണ്ടും അനുഭവിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിലേക്ക് എന്ന ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം സാധാരണ സംഖ്യകൾ ഉപയോഗിക്കുന്നത് എണ്ണാനാണെന്നറിയാം, അല്ലേ? ഇപ്പോൾ ഇതിവിടെ നോക്കുക, ഇവിടെ മേശപ്പുറത്ത് ഇപ്പോൾ ഒരു നിൽക്കുന്നുണ്ട്, ഒരു കുതിര നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എത്ര കുതിരയെന്ന് വെച്ചാൽ 1 എന്ന് പറയും. ഇപ്പോൾ ഒരു കുതിരേനെ കൂടെ കൊണ്ടുവച്ചാൽ എന്തെന്ന് പറയും? എത്ര കുതിരയെന്ന് വെച്ച് 2 എന്ന് പറയും. നമ്മൾ എണ്ണി പറയും, അല്ലേ? അപ്പോൾ വേറൊരു കുതിരേനെ വന്ന് 3 എന്ന് പറയും, അല്ലേ? അപ്പോൾ എണ്ണാനാണ് ഉപയോഗിക്കുക, അല്ല? എണ്ണി കൂട്ടിയിട്ടൊക്കെ നമ്മൾ വേറെ 2 കുതിരേനെയും കൊണ്ട് കണ്ടുവച്ചു. അപ്പോൾ എന്താ പറയും? നമ്മൾ 3 2 5 കുതിരയുണ്ട് എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ നമുക്ക് ആകെ എണ്ണം കിട്ടാനാണ് നമ്മൾ സാധാരണ എണ്ണങ്ങൾ സാധാരണ ഈ എണ്ണൽ സംഖ്യകളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം, അല്ലേ? എന്താ വയ്യേ, ഈ കുതിര ഇടയ്ക്ക് വീഴുന്നു, എൻ്റെ കാലിന് എന്തോ പറ്റിയിട്ട്. അപ്പോൾ അത് നമുക്കറിയാം എന്താണ് ഈ എണ്ണാനാണ് ഇത് ഉപയോഗിക്കുന്നുള്ളത്, അല്ലേ? അത് ഞാൻ അതിൻ്റെ എണ്ണൽ സംഖ്യയിലെ കൂട്ടലിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിയാം, അല്ലേ? ചില ആശയങ്ങൾ നമ്മൾ ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇതിപ്പോൾ ഒരു മേയുന്ന സ്ഥലമാണെന്ന് വിചാരിക്കും. ഇതൊരു ഇപ്പോൾ ഈ കാണുന്ന ഈ മാറ്റ് ഒരു മൈതാനാണെന്ന് വിചാരിക്കുക. എന്താണ്? ഒരു മൈതാനം. അപ്പോൾ ആ മൈതാനത്തിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഞാനൊരു 3 കുതിരേനെ തീറ്റാനായി കൊണ്ടുവച്ചു, നിർത്തി, അല്ലേ? 3 കുതിരേനെ കൂട്ടാനായി കൊണ്ട് നിർത്തി. അതിൻ്റെ കൂടെ 2 കുതിരേനെ പിന്നെ തീറ്റാനായിട്ട് മറ്റൊരാളെ നിർത്തി, അല്ലേ? ഇപ്പോൾ ആ മൈതാനത്ത് ആകെ എത്ര കുതിരയെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? നിങ്ങൾ ഉടനെ പറയും 3 കുതിരേൻ്റെ കൂടെ 2 കൂട്ടുക എന്ന് പറയും, അല്ലേ? അപ്പോൾ 5 കുതിര ഉണ്ട് എന്ന് പറയും. അപ്പോൾ എപ്പോഴാണ് കൂട്ടുക എന്നുള്ള ആശയം നമുക്കറിയാം. കൂടുമ്പോൾ കൂട്ടണം, അല്ലേ? ഒരു സ്ഥലത്ത് നിശ്ചിത എണ്ണം കുതിര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വേറെ കുതിരകൾ ചേരുമ്പോൾ കൂട്ടണം എന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഇനി അവിടുന്ന് ആരെങ്കിലും ഇനി ആദ്യത്തെ ആൾ 2 കുതിരേനെ അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര കുതിരയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അല്ലേ? കുതിര കുറഞ്ഞു. അപ്പോൾ കുറച്ചാൽ 5 കുതിര ഉണ്ടായിരുന്നു, അതിൽ 2 കുതിരനെ മാറ്റി കൊണ്ടുപോയിപ്പോൾ, അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിപ്പോൾ ബാക്കിയുള്ളത് കുറയുമെന്നറിയാം. അപ്പോൾ ആ കൊണ്ടുപോയ എണ്ണകളും കുതിര കുറയാം. അപ്പോൾ കുറയ്ക്കാണ് എന്ന് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? എൻ്റെ ഒരു സുഹൃത്തിന് വെച്ചൂര് പശുക്കളെ സംരക്ഷിക്കണം എന്നൊരു മോഹമുണ്ടായി. കാരണം അത് വംശറ്റ് പോവുകയാണ്. അപ്പോൾ ആളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെ കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു വെച്ചൂർ പശുവിനെ കൊടുത്തു. അപ്പോൾ ആളൊരു തൊഴുത്തൊക്കെ സജ്ജായി. ഒരു 10 പശുക്കളെ തീറ്റാവുന്ന ഒരു സൗകര്യമൊക്കെ അവിടെ കെട്ടാവുന്ന ഒരു സൗകര്യമൊക്കെയുള്ള ഒരു തൊഴുത്താൾ സജ്ജമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു 3 പശുക്കളെ കൂടി ഒരു സ്ഥലത്ത് കൊടുക്കാണ്ട് നിറഞ്ഞു. അപ്പോൾ 3 പശുക്കളെ ആൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ തൊഴുത്തിൽ കെട്ടി. ആ തൊഴുത്തിൽ ഇപ്പോൾ എത്ര പശുവുണ്ട്? കാരണം ഒരു പശു അവിടെ ഉണ്ടായിരുന്നു. 3 പശുക്കളെ കൂടി അവിടെ കൊണ്ട് കെട്ടിയപ്പോൾ ഒരു പശുവിൻ്റെ കൂടെ 3 പശു കൂടി, അല്ലേ? അവിടെ ഒന്ന് കെട്ടുമ്പോൾ പശു കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 പശുവിൻ്റെ കൂടെ 3 പശുവിനെ കൂടി കെട്ടിയപ്പോൾ 4 പശുവായി. അപ്പോൾ കൂട്ടണം എന്നറിയാം. അപ്പോൾ അവിടെ കൂടുമ്പോൾ കൂട്ടണം, അല്ല? അതായത് നമ്മളവിടെ കെട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ നോക്കുക, പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഒരു പശുക്കളെ
വളർത്തുന്ന ഒരു ഇതുണ്ട്. കൊച്ചി ഈ നാടൻ പശുക്കൾ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ആൾക്ക് അപ്പോൾ അത് നടത്തിക്കൊണ്ടും പറ്റാണ്ടായി. ആൾ പശുക്കളെല്ലാം കൊടുക്കാമെന്ന്, കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമെന്ന് കേട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പോയിട്ട് അവിടെ ഒരു 6 പശുക്കളെയും കൂടി മേടിച്ചു, തൊഴുത്തിൽ കൊണ്ട് കെട്ടി. അപ്പം 4 പശുക്കളുണ്ടായിരുന്നു. അതിൻ്റെ 6 പശുക്കളെ കൂടി ഇപ്പം എത്ര പശുക്കളുണ്ട് അവിടെ? നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ പറയും എന്തെന്ന്, അവിടെ 4 പശുവിൻ്റെ കൂടെ 6 പശുക്കളെ കൂട്ടണം എന്ന് പറയും. അപ്പോൾ എത്ര പശുക്കളുള്ളത്? 10 പശുക്കളായി ഉള്ളത് അല്ലേ? അപ്പോൾ 4 പശുവിൻ്റെ കൂടെ 6 പശുക്കളെ കൂട്ടുമ്പോൾ 10 പശുക്കളായി. അതിൽ സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു തൊഴുത്തിൽ പശുക്കളെ കെട്ടും തോറും പശുക്കൾ കൂടും. അപ്പോൾ ആകെ പശുക്കളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? പശുക്കളെ കൂട്ടണം എന്ന് മനസ്സിലായി. അതേപോലെ 4 പശുക്കളുടെ സ്ഥാനത്ത് 6 പശുക്കളെ കൂടി കിട്ടിയപ്പോൾ ആകെ എന്തുണ്ടായി? 4 പശുക്കളോട് 6 പശുക്കൾ കൂടി. അപ്പോൾ 4 പശുക്കളുടെ കൂടെ 6 പശുക്കൾ കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടണം അല്ല. അപ്പോൾ കെട്ടുമ്പോൾ കൂട്ടുകയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ആ 10 പശുക്കളെ തൊഴുത്തിൽ നിന്ന് ഒരു 3 പശുക്കളെ തീറ്റാനായിട്ട് ഞാൻ ആൾ കൊണ്ടുപോവുകയാണെങ്കിൽ ബാക്കി എത്ര പശുക്കളുണ്ടായിരിക്കും എന്നാണ് ചോദ്യം നിങ്ങളോട്. അപ്പോൾ നമ്മൾ ഒരു തൊഴുത്തിലെ അഴിച്ചു കൊണ്ടുപോയി, എത്ര പശുക്കളെ? 3. ബാക്കി എത്ര പശുക്കളുണ്ടായില്ല? ആ പശുക്കളെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? അപ്പോൾ നമ്മൾ അപ്പോൾ 10 പശുവിൽ നിന്ന് 3 പശുക്കളെ കുറച്ചാൽ ബാക്കി 7 പശുക്കളിൽ നിന്ന് കിട്ടും. ഈ 2 ആശയം നിങ്ങൾക്ക് സുപരിചിതമാണ്, നിങ്ങൾക്ക് മനസ്സിൽ തറയാണ്. നിങ്ങൾക്കിപ്പോൾ അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ ഈ ഉത്തരം പറയുന്നതാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ കാര്യം പറഞ്ഞത്, കെട്ടുമ്പോൾ ഒരു തൊഴുത്തിൽ പശുക്കളെ കെട്ടുമ്പോൾ ആ കൂട്ടിച്ചേർക്കുമ്പോൾ കൂട്ടണം, അവിടുന്ന് എടുത്തു മാറ്റുമ്പോൾ അല്ല കുറയ്ക്കുമ്പോൾ കുറയ്ക്കണം. ഈ 2 വിരുദ്ധ ആശയമാണ് അല്ല. കെട്ടുമ്പോൾ കൂടുന്നു, അത് അയച്ചു കൊണ്ടുമ്പോൾ കുറയുന്നു. 2 വിരുദ്ധമാശയം, ഒന്നിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല. ഒന്ന് കൂടുന്ന കാര്യമാണ്, ഒന്ന് കുറയുന്ന കാര്യമാണ്, വിരുദ്ധമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ആശയം നമ്മളെ വളരെയധികം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ സമീപിക്കാൻ. കാരണം ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ ഉണ്ടാക്കിയില്ല എന്ന കാരണത്താലാണ്. അപ്പോൾ നമുക്ക് ഈ ആശയം നിങ്ങൾ ഓർച്ചല്ലോ. നമുക്കന്ന് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ് സംഖ്യകൾ, എന്താണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് നമുക്ക് പഠിക്കാം. അത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക പരീക്ഷണം വഴി തന്നെ നിങ്ങൾക്ക് അതെന്താണെന്ന് ബോധ്യപ്പെടുത്താം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാനിപ്പോൾ ഒരു നീല ഒരു ഇത് കണ്ടില്ലേ, ഒരു ബോക്സ്, അതൊരു വണ്ടിയാണ്, കാർട്ട്. എന്ത് വണ്ടി? പഴങ്ങളും കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാർട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതൊരു കാർട്ടാണ്, പഴവണ്ടിയാണ്. അത് കുതിരകൾ വലിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതിന് ഈ ഭാഗത്ത് കുതിരകളെ കെട്ടാം, ഈ ഭാഗത്തും കുതിരകൾ കെട്ടാം. ഈ ഭാഗത്ത് കുതിരകൾ കെട്ടുകയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും, ഈ ഭാഗത്ത് കെട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇത് നിങ്ങളുടെ വലത്തെ വശമാണ്. അപ്പോൾ വലത്തോട്ട് കുതിരകൾ കെട്ടിയാൽ വലത്തോട്ട് വലിച്ചു കൊണ്ടും, ഇടത്തോട്ട് കുതിരകൾ കെട്ടിയാൽ ഇടത്തോട്ട് വലിച്ചു കൊണ്ടുപോകും അല്ലേ? അങ്ങനത്തെ ഒരു ഇതാണ്. കുതിരകളെ കെട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ എന്തുണ്ടാവും? ഇതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബലം കൂടും. അതിനനുസരിച്ച് വണ്ടി കൂടുതൽ വേഗത്തിലും നീങ്ങും. കുതിരകളെ കെട്ടുമ്പോൾ കുറവ് വേഗത്തിലേ നീങ്ങും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്വാഭാവിക ജ്ഞാനം മതി, അതായത് പ്രായോഗിക ജ്ഞാനം കൊണ്ട് അറിയാവുന്ന ഇതാണ്. ഇനി ഞാൻ നോക്കുക, ഇപ്പോൾ ഒരു കുതിരേനെ കെട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? കെട്ടി ഈ വണ്ടി അങ്ങോട്ട് ഒരു കുതിരശക്തി ബലം ഇതും അനുഭവപ്പെടും. കുതിര എങ്ങോട്ട് നീങ്ങും നിങ്ങൾക്കറിയാം അല്ലേ? ഈ വണ്ടി എങ്ങോട്ട് നീങ്ങുന്നു, കുതിര അങ്ങോട്ട് നീങ്ങും, അപ്പോൾ വണ്ടി അങ്ങോട്ട് നീങ്ങും അല്ലേ? അപ്പോൾ ഒരു കുതിരശക്തിയിൽ ഈ വണ്ടി അങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇനി ഞാൻ ഒരു കുതിരയെ കൂടി ഇവിടെ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 കുതിരയെ ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഇവിടുന്ന് എത്ര ശക്തി അനുഭവപ്പെടും? 2 കുതിരശക്തി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കമില്ലല്ലോ. അപ്പോൾ 2 കുതിരശക്തിയിൽ ഈ കാർട്ട് അങ്ങോട്ട് ചലിക്കും അല്ലേ? അപ്പോൾ ഇത് മരുപ്പെടുന്ന ഇത്. ഇനി ഞാൻ നോക്കുക,
ഇതുമേ ഒരു 4 കുതിരയെ കൂടി കെട്ടിയും വിചാരിക്കുക. 4 കുതിരയെ ഞാൻ ഇതുമേ കെട്ടും. അപ്പോൾ 2 കുതിരകൾ വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതുമേ എത്ര 1 കാണണ്ട 1 2 3 ഇതുമേ 4 കുതിരശക്തി ഞാൻ കൊണ്ട് കെട്ടുകയാണെന്ന് വിചാരിക്കും. ഇത്രയും 4 കുതിരശക്തി ഇവിടെ 1 2 കുതിരയുള്ളവർക്ക് ഒരു കുതിരേനെ കെട്ടുന്നു, രണ്ടാമതൊരു കുതിരേനെ കെട്ടുന്നു, മൂന്നാമതൊരു കുതിരേനെ കെട്ടുന്നു, നാലാമതൊരു കുതിരേനെ കെട്ടുന്നു. അപ്പോൾ 4 കുതിരശക്തി എന്തുണ്ട് ഇവിടുമ്പോൾ 4 കുതിരശക്തി കൂടി അനുഭവപ്പെടും അല്ലേ? എങ്ങോട്ട് ഏത് ദിശയിൽ അനുഭവപ്പെടും? വലതുഭാഗത്തേക്ക്. അപ്പോൾ 2 കുതിരശക്തി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 4 കുതിരയെ കൂടി ഇവിടെ കെട്ടുമ്പോൾ ഇതും ആകെ എത്ര കുതിരശക്തി അനുഭവപ്പെടും? നമുക്കറിയാം സ്വാഭാവികമായിട്ട് 2 എണ്ണത്തിൻ്റെ കൂടെ 4 കുതിരശക്തിയോട് കൂട്ടുമ്പോൾ ആകെ എത്ര കുതിരശക്തിയാവും? 6 കുതിരശക്തിയാവും അല്ലേ? നിങ്ങൾക്കറിയാം. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 6 കുതിരശക്തി അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ ഇടത്തെ ഭാഗത്ത് ഒരു കുതിരേനെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ അതും 6 കുതിരശക്തി അനുഭവപ്പെടുമോ എന്നുള്ളതാണ്. ഇതും അനുഭവപ്പെടുന്ന ബലം കൂടുകയോ കുറയുകയോ ചെയ്യുക. സാധാരണ ഞാൻ കെട്ടിയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞു കുതിരയിൽ കെട്ടുമ്പോൾ അവിടെ കൂടും, അതുകൊണ്ട് കൂട്ടണം. ഇപ്പം ഞാൻ കുതിരയെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അല്ലേ? ആ കുതിരശക്തി കൂടണം. അപ്പം നമുക്ക് കുതിരയെ കെട്ടുമ്പോൾ കൂട്ടുകയാണ് വേണ്ടതെന്നറിയാം. അപ്പോൾ കൂട്ടണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആകെ കുതിരശക്തി വരെയും കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ കുതിരയെ കെട്ടുമ്പോൾ കൂട്ടുകയാണ് വേണ്ടത്. ആ കൂട്ടുമ്പോൾ കുതിരശക്തി കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കെട്ടിയാൽ കുതിരശക്തി കൂടൂ ഇല്ല നിങ്ങൾക്കറിയാം. കാരണം എന്താ? ഒരു കുതിരശക്തിനെ ഈ ദിശയിൽ കെട്ടുമ്പോൾ ഇതിൻ്റെ ഒരു കുതിരശക്തിയുടെ ബലം ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ കുതിര വന്നിട്ട് ഇതിൻ്റെ ശക്തി ഒരെണ്ണത്തിൽ ഇല്ലാതാക്കും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുതിരയെ കൂട്ടുമ്പോൾ കുതിരശക്തി കൂടുന്നുണ്ടോ? ഇല്ല. ഇതിനനുപ്പെടുന്ന ബലം കൂടുന്നില്ല, കുതിരശക്തി കൂടുന്നില്ല എന്നൊക്കെ വ്യക്തമാണല്ലോ. 2 എണ്ണം വയ്ക്കുകയാണെങ്കിലോ, 2 കുതിരയെ ഞാൻ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് കെട്ടുകയാണെങ്കിൽ 2 കുതിരശക്തി ഇതുമ്പോൾ കൂടൂ ഇല്ല, 2 ശക്തി കുറയാണ് ചെയ്യുന്നത് അല്ലേ? വാസ്തവത്തിൽ ഈ 6 കുതിരശക്തിയുടെ കൂടെ 2 കുതിരശക്തി ഇവിടെ കൂട്ടുമ്പോൾ നമ്മൾ കെട്ടുകയാണ് ചെയ്തത്. കെട്ടുമ്പോൾ സാധാരണ കൂട്ടൽ കൊണ്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമോ? സാധാരണ കുതിരശക്തിനെ 6 കുതിരശക്തി കൂടെ 2 കുതിരശക്തി കൂട്ടുമ്പോൾ എത്രയാണ് ഒരു 8 കുതിരശക്തിയാണ് വരേണ്ടത്. ഇവിടെ 8 കുതിരശക്തി ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് വ്യക്തമല്ലേ? അപ്പോൾ സാധാരണ സംഖ്യകളുടെ പോലെ കൂട്ടുന്നത് ആ കാര്യം ഇവിടെ നടപ്പുണ്ടോ, ശരിയാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പൂർവികർ മനസ്സിലാക്കി, മുൻഗാമികൾ മനസ്സിലാക്കി. അപ്പോൾ എല്ലാ പ്രതിഭാസങ്ങളെയും കാര്യത്തിലും സങ്കലന വ്യവസ്ഥ നിയമങ്ങൾ ശരിയാകണമെന്നില്ല. എല്ലാ പ്രതിഭാസങ്ങളും കൂട്ടാനും കുറയ്ക്കാനും സാധാരണ സംഖ്യകളെ പോലെ ഉപയോഗം പോരാതെ വരുന്നു എന്ന് മനസ്സിലായി. സാധാരണ സംഖ്യകൾ ഇപ്പോൾ ഒരു 6 ആപ്പിളും പിന്നെ 2 ആപ്പിളും കൂടി കൂട്ടുമ്പോൾ 8 ആപ്പിളാണ് വരിക. അതിന് ആ സംഖ്യ മതിയും. എന്നാൽ ചില പ്രതിഭാസങ്ങൾ, ഫിസിക്സിലെ ഒക്കെ ചില പ്രതിഭാസങ്ങൾ, അതായത് ബലം, ഈ വേഗത, ത്വരണം പോലെ പ്രതിഭാസങ്ങളുടെ കാര്യത്തിൽ ഈ കണക്ക് ഈ സാധാരണ സംഖ്യയിൽ പോരാതെ വരുന്നു. അതുകൊണ്ട് ആ പോരായ്മ തീർക്കാൻ മറ്റ് ചില സംഖ്യകൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഉദയം കൊണ്ടാതെ പിറവിയെടുത്തൊരു ഗണിതശാസ്ത്ര ഭാഗമാണ് ഇത് ഈ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായ? അപ്പോൾ
അത് സാധാരണ സംഖ്യകളുടെ പോലെ അല്ല അതിൻ്റെ ഗണിതക്രിയകൾ. അതായത് കൂട്ടലും കുറയ്ക്കലും അതുപോലെ തന്നെ ഗുണിക്കലും ഹരിക്കലും എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം ഇതാണ്: ഒരു ദിശയിലുള്ള പ്രതിഭാസത്തെ പോസിറ്റീവ് എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർ ദിശയിലുള്ള പ്രതിഭാസത്തെ നെഗറ്റീവ് എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ വലത്തോട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രതിഭാസത്തെ പോസിറ്റീവ് സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇടത്തോട്ട് സൂചിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തെ സൂചിപ്പിക്കാൻ നെഗറ്റീവ് സംഖ്യകൾ എന്ന സംഖ്യ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിവിധ ദിശയിലുള്ള പ്രതിഭാസങ്ങളെ സൂചിപ്പിക്കാനാണ് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഇനി ഈ കേസിലെടുക്കാം. വലത്തോട്ട് വലിക്കുന്ന കുതിരശക്തിയെ നമ്മൾ പോസിറ്റീവ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇടത്തോട്ട് വിളിക്കുന്ന കുതിരശക്തി എന്ന് വിളിക്കാം, നെഗറ്റീവ് എന്ന് വിളിക്കാം. മനസ്സിലായ? അപ്പോൾ വിപരീത ദിശയിലുള്ള പ്രതിഭാസങ്ങളെ സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും. അപ്പോൾ മുകളിലേക്കുള്ള ഒരു പ്രതിഭാസത്തെ പോസിറ്റീവ് കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ താഴോട്ടുള്ള പ്രതിഭാസത്തെ എന്തുകൊണ്ട് സൂചിപ്പിക്കാം? നെഗറ്റീവ് കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ മുകളിലോട്ടുള്ള പ്രതിഭാസത്തെ പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ താഴത്തുള്ള സംഖ്യകളെ നെഗറ്റീവ് സംഖ്യകൾ കൊണ്ട് പ്രതിപാദിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഖ്യകളാണ് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും എന്ന് മനസ്സിലായോ? അവ എന്താണ് പോസിറ്റീവ് സംഖ്യകൾ, എന്താണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവയുടെ ഇത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ, ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ സങ്കലനം, ഇവിടെ വ്യവകലനം എങ്ങനെയാണ്, ഇവിടെ ഗുണനം എങ്ങനെയാണ്, ഇവിടെ ഹരണം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ കഴിയും. നിങ്ങൾ തന്നെ അതിൻ്റെ നിയമങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് തീർച്ചയാണ്. അതെങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം എന്താ, വീഡിയോയുടെ നീളം അല്പം കൂടിപ്പോയി എന്നതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.